അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കുറെ ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് പറയോ? മരുമകളുടെ പേര് അച്ഛന്റെ പേര് പറയോ? എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ. മരുമകളുടെ പച്ച എന്നുള്ള നിലയിലാണ് ഇന്നലെ പേര് വെളിപ്പെടുത്താത്. മൂപ്പര് ആറ്റാശ്ശേരി കൃഷ്ണൻകുട്ടി എന്നാണ് മൂപ്പരുടെ പേര്. ആറ്റാശ്ശേരിയാണ് വീട്, മണ്ണാർക്കാട്. മൂപ്പര് ആദ്യക്ക് ഞാൻ പരിചയപ്പെടുന്ന അങ്ങാടിപ്പുറ ദേവദാസാനയെന്നാണ്. പിന്നെ ഞങ്ങള് കുറെ കാലം അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്നു കൂട്ടുകാരായിട്ട്. പിന്നെ ഗുരുവായൂർ കേനേഷൻ ലേശാകുന്നു, കാരണം എന്താ വെച്ചാൽ നിത്യം കാണില്ലല്ലോ. മറ്റത് ഞങ്ങൾ പൂരപ്പറ സ്ഥിരമായിട്ട് വേനൽക്കാലത്ത് കണ്ടുവരണമാണ്. വർഷകാലമായാലും ഞങ്ങളെ ഈ ഭാഗത്തൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് മൂപ്പരായിട്ട് ബന്ധപ്പെട്ടത്. 98-ലാണ് അച്ഛൻ ഗുരുവായൂർ ദേവസ്വത്തിൽ കയറുന്നത്. അപ്പം പല ആനകളെയും നോക്കിയിട്ടുണ്ട്. അതില് ഓരോ ആന ശ്രീധര ആനയെന്ന് എനിക്കറിയാം. പിന്നുള്ളത് അച്ഛൻ നോക്കിയ ലാസ്റ്റ് സമയം നോക്കിയത് ഒരാന എന്ന് പറഞ്ഞ പ്രകാശനാനയായിരുന്നു. 2011-ലാണ് അച്ഛൻ മരിക്കണത്. അപ്പൊ ആ സമയത്ത് നോക്കിയ ആന പ്രകാശനാനയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ആന അത് പിന്നാണ് ചെയ്തത്. ശരിയാണ് ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പൊ കുറെ ആൾക്കാർ ഞങ്ങളോട് അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാതും കൂടി ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അച്ഛനോട് ഞാൻ ഓരോ ദിവസം ഓരോന്ന് ചോദിച്ചിട്ടിരുന്നത്. കാരണം അവളൊക്കെ ശരിക്കും പറയാനറിയില്ല. കാരണം അവരൊന്ന് കൊച്ചു കുട്ടികളല്ലേ. അതെ, ഇപ്പോഴല്ലേ ആളൊക്കെ വലുതായത്. ആ സമയത്തൊക്കെ അറിയണ ആൾക്കാരുണ്ടെങ്കിലേ അതിപ്പോഴും ഇവളൊക്കെ ഉണ്ടാവുള്ളൂ. ആനെന്താ പോലെന്താ ഇവിടെ വന്നേരാണെങ്കിൽ ഏറെക്കുറെ ആനകളെ കാണാൻ അവള് ശരിക്കും. അതെ, നമ്മുടെ വീട്ടിൽ ആന കൊണ്ടുവരുമ്പോഴാണ് അവള് ശരിക്കും ആന്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. മറ്റത് പേടിയായിരുന്നു. മറ്റേ അവൾക്ക് ആനപ്പാപ്പന്റെ പേടിയായിരുന്നു. മകളാ പറഞ്ഞിട്ട് കാര്യമില്ല. ആനക്കാരനെ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെ. അവൾക്ക് പേടിയായിരുന്നു. ഞാൻ ഇവിടെ വീട്ടിൽ ആന കൊണ്ട് വന്നിറങ്ങിയ ശേഷം അവൾക്ക് ആന എന്താണ്, ആന പരിചയപ്പെടണം. ആനയായിട്ട് തന്നെ കാണുന്നത് ശരിക്കും അടുത്ത്. അതെ. പിന്നെ ഇപ്പൊ പേടിയൊന്നും ചേട്ടാ. ഇപ്പൊ പേടി പേടി മാറിയപ്പോഴേക്ക് അച്ഛൻ അത് നിർത്തും ചെയ്തു. ഞാൻ ആനപ്പണി നിർത്തും ചെയ്തു. അതൊക്കെ പിന്നെ അങ്ങനെ മാറി. അപ്പൊ ഞാന് എല്ലാവരുടെയും അപേക്ഷ മാനിക്കുന്നുണ്ട്. ഓരോരുത്തർ ചോദ്യങ്ങൾ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് ഓരോ ദിവസം ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ചോദിക്കാം. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ധാരണ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവൾക്ക് ഇതിനെ എന്തായാലും പറ്റിയൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും ചോദിക്കണം ഞാൻ പറഞ്ഞു കൊടുത്തോണം. അതെ. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ പ്രേക്ഷകരെ അടുത്തേക്ക് അച്ഛനെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ ഓരോരോ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോസ് ഇടുന്നതായിരിക്കും. അത് ദിവസം അതെ. അപ്പൊ അത് ദിവസേന ഇടാൻ ഞങ്ങളെ കാണാൻ സപ്പോർട്ട് ചെയ്യാം.